അഗ്നിഗോളങ്ങൾ മീറിന്റെ വലിയ പിരമിഡിനു നേരെ വന്നുകൊണ്ടിരുന്നു. യജമാനന്മാരുടെ കപ്പലുകളിൽ നിന്നുള്ള ആക്രമണം നഗരത്തെ ഭീതിയിലാഴ്ത്തി. ഡെനേരിസ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്റെ നഗരം കത്തിയെരിയുന്നത് നിശബ്ദമായി നോക്കിക്കാണുകയാണ്. ആ വലിയ ഗ്രേറ്റ് പിരമിഡിന്റെ ഉള്ളിലേക്ക് അവൾ നടന്നു. കാഴ്ചയിൽ അങ്ങനെ തോന്നുമെങ്കിലും നഗരം പുരോഗതിയുടെ പാതയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ടിരിയൻ വളരെ ശാന്തനായി പറഞ്ഞു. പുറത്ത് വീണ്ടും ഭയാനകമായ സ്ഫോടന ശബ്ദം മുഴങ്ങി. നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായി മാറാമെന്ന് തോന്നുന്നു, ടിരിയൻ പറഞ്ഞു. ഡെനേരിസ് ദേഷ്യത്തോടെ ചോദിച്ചു, നഗരം പുരോഗതിയുടെ പാതയിലാണെന്നോ? മീരിൻ ശക്തമാണ്. വിപണികളിൽ കച്ചവടം തിരിച്ചെത്തിയിരിക്കുന്നു. ജനങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ടിരിയൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. തീർച്ചയായും എല്ലാ ജനങ്ങളും നിങ്ങളുടെ കൂടെയില്ല. ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിക്കും എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നില്ല. എന്നാൽ മീരീനിന്റെ ഈ പുനർജന്മമാണ് ഈ അക്രമങ്ങൾക്ക് കാരണം. മീരീൻ വിജയിക്കാൻ യജമാനന്മാർ അനുവദിക്കില്ല. കാരണം മീരീൻ വിജയിച്ചാൽ അടിമകളില്ലാത്ത യജമാനന്മാരില്ലാത്ത ഒരു നഗരം. ഒരു യജമാനന്റെയും ആവശ്യമില്ലെന്ന് അത് തെളിയിക്കും, ടിരിയൻ പറഞ്ഞു. നല്ലത്, നമുക്ക് തുടങ്ങാമോ? ഡെനറിസ് ചോദിച്ചു. നമുക്ക് വല്ല പദ്ധതിയുമുണ്ടോ? ടിരിയൻ ചോദിച്ചു. ഡെനറിസിന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിച്ചു. ഞാൻ ആ യജമാനന്മാരെ കുരിശിലേറ്റും. അവരുടെ കപ്പലുകൾക്ക് ഞാൻ തീയിടും. അവരുടെ ഓരോ സൈനികനെയും ഞാൻ കൊല്ലും. അവരുടെ നഗരങ്ങളെ ഞാൻ മണ്ണോട് ചേർക്കും. അതാണ് എന്റെ പദ്ധതി, ഡെനറിസ് വളരെ കണിശതയോടെ പറഞ്ഞു. ടിരിയൻ വല്ലാത്തൊരു ഭാവത്തിൽ മുഖം തിരിച്ചു. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ലേ? ഡെനറിസ് ചോദിച്ചു. നിങ്ങളുടെ പിതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. ലാനിസ്റ്റർ സൈന്യം കിങ്സ് ലാൻഡിംഗിന്റെ കവാടങ്ങളിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പദ്ധതികൾ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ടിരിയൻ ചോദിച്ചു. പുറത്ത് തീജ്വാലകൾ വീണ്ടും ആർത്തലച്ചു. ചിലപ്പോൾ അറിഞ്ഞുകാണില്ല. അദ്ദേഹം അത് എന്റെ സഹോദരനോട് പറഞ്ഞു. ജൈമെ എന്നോട് പറഞ്ഞു. റെഡ് കീപ്പിന്റെയും ഗിൽഡ് ഹോൾസിന്റെയും സെപ്റ്റ് ഓഫ് ബേലോറിന്റെയും എല്ലാ പ്രധാന വീഥികളുടെയും താഴെ അദ്ദേഹം കാട്ടുതീ ഒളിപ്പിച്ചുവച്ചിരുന്നു. അദ്ദേഹം തന്റെ എല്ലാ പൗരന്മാരെയും ചുട്ടെരിക്കുമായിരുന്നു, വിശ്വസ്തരെയും രാജ്യദ്രോഹികളെയും, എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും. അതുകൊണ്ടാണ് ജൈമെ അദ്ദേഹത്തെ കൊന്നത്, ടിരിയൻ വളരെ വേദനയോടെ പറഞ്ഞു. ഇത് തീർത്തും വ്യത്യസ്തമാണ്, ഡെനറിസ് പറഞ്ഞു. നിങ്ങൾ നഗരങ്ങൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് തീർത്തും വ്യത്യസ്തമല്ല. മറ്റൊരു വഴി ഞാൻ നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു, ടിരിയൻ പറഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരു വലിയ സ്ഫോടനത്തിൽ മുറിയുടെ ജനൽച്ചില്ലുകൾ തകർന്നു തെറിച്ചു. മരക്കഷണങ്ങൾ എല്ലായിടത്തേക്കും തെറിച്ചു വീണു. ഡെനറിസും ടിരിയനും പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞു. തുടർന്ന് തകർന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മീരീനിന്റെ വിശാലമായ പീഠഭൂമിയിൽ ഉഷ്ണക്കാറ്റ് വീശിയടിച്ചുകൊണ്ടിരുന്നു. ഡെനറിസ്, ടിരിയൻ, ഗ്രേ വോം, മിസന്തൈ കൂടാതെ അൺസുലീഡ് സൈന്യവും 3 യജമാനന്മാരായ യെസാൻസോ കഗാസ്, റസ്ദൽമോ എറാസ്, ബെലിച്ചോ പെയ്നിമിയൻ എന്നിവർക്കും അവരുടെ സൈനികർക്കും എതിർവശത്തായി നിന്നു. അന്തരീക്ഷത്തിൽ കടുത്ത പിരിമുറുക്കം നിറഞ്ഞുനിന്നു. റസ്ദൽ വളരെ ധിക്കാരത്തോടെ ഡെനറിസിനോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് സമാധാനം വാഗ്ദാനം ചെയ്തു. നിങ്ങൾ ഇത്ര അഹങ്കാരിയായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം കപ്പലുകളുമായി നിങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങാമായിരുന്നു. പകരം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതുപോലെ ഒരു ഭിക്ഷാടകയായ രാജ്ഞിയായി കാൽനടയായി സ്ലേവേഴ്സ് ബേയിൽ നിന്ന് ഒളിച്ചോടും. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കീഴടങ്ങലിന്റെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാനാണ്, അല്ലാതെ അപമാനങ്ങൾ കൈമാറാനല്ല, ടിരിയൻ വളരെ കർശനമായി പറഞ്ഞു. യെസാൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. വ്യവസ്ഥകൾ ലളിതമാണ്. നിങ്ങളും നിങ്ങളുടെ വിദേശ സുഹൃത്തുക്കളും ഗ്രേറ്റ് പിരമിഡും മീരീൻ നഗരവും ഉപേക്ഷിക്കും. ക്രാസ്നിസ് മോൻ നാക്ലോസിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ച അൺസലീഡ് സൈന്യത്തെ ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്ക് വീണ്ടും വിൽക്കും. ക്രാസ്നിസ് മോൻ നാക്ലോസിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ച പരിഭാഷകയെയും ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്ക് വീണ്ടും വിൽക്കും. ഗ്രേറ്റ് പിരമിഡിന്റെ താഴെയുള്ള വ്യാളികളെ അറുക്കും. ഡെനറിസിന്റെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി വിടർന്നു. നമ്മൾ വ്യക്തമായി ആശയവിനിമയം നടത്തിയില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കീഴടങ്ങലിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്, അല്ലാതെ എന്റേതല്ല, ഡെനറിസ് പറഞ്ഞു. പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഭരണം അവസാനിച്ചു, റസ്ദാൽ പരിഹാസത്തോടെ പറഞ്ഞു. എന്റെ ഭരണം ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ, ഡെനറിസ് ശാന്തമായി പറഞ്ഞു. അകലെ നിന്ന് ഒരു വ്യാളിയുടെ ഭയാനകമായ അലർച്ച മുഴങ്ങി. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് യെസാൻ തിരിഞ്ഞുനോക്കി. യജമാനന്മാരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഡെനറിസ് അവന് പുറത്തു കയറി. അവർ മീരീന് മുകളിലൂടെ പറന്നുയർന്നു. അവർ നിലവറകളുടെ കവാടത്തിനു മുകളിലൂടെ പറക്കുമ്പോൾ റേഗാലും വിസീരിയനും തീ തുപ്പിക്കൊണ്ട് വാതിൽ തകർത്ത് അവരോടൊപ്പം പറന്നുയർന്നു. ആ വലിയ സംഘം മീരീനിന്റെ കടൽത്തീര കവാടത്തിനു മുകളിലൂടെ പറന്നു.
മീരീനിന്റെ കടൽത്തീര കവാടത്തിൽ സൺസ് ഓഫ് ദ ഹാർപ്പിയുടെ അംഗങ്ങൾ മീരീനിലെ നിരപരാധികളായ പൗരന്മാരെ നിഷ്കരുണം കൊലപ്പെടുത്തുകയായിരുന്നു. രക്തം മണലിൽ കലർന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ടത്. ഡാരിയോയുടെ നേതൃത്വത്തിലുള്ള ദോത്രാക്കി പടയാളി സംഘം അടുത്തുള്ള ഒരു പാറക്കെട്ടിന്റെ വളവ് തിരിഞ്ഞ് യുദ്ധകാഹളങ്ങൾ മുഴക്കിക്കൊണ്ട് പൂർണ്ണ ശക്തിയോടെ കുതിരപ്പുറത്ത് പാഞ്ഞെത്തി. ഡാരിയോ തന്റെ വാളോങ്ങി സൺസ് ഓഫ് ദ ഹാർപ്പിയിൽ ഒരാളുടെ തല വെട്ടിമാറ്റി. അതേസമയം മീരീനിന്റെ തുറമുഖത്ത് ഡെനറിസും വ്യാളികളും യജമാനന്മാരുടെ കപ്പലുകൾക്ക് മുകളിലൂടെ പറന്നു. കപ്പലുകളിലെ സൈനികർ അവർ ചെയ്യുന്നതെല്ലാം നിർത്തി ഭയത്തോടെ വ്യാളികളെ നോക്കി നിന്നു. ഡെനറിസും ഡ്രോഗോണും ഒരു കപ്പലിനു മുന്നിലായി വായുവിൽ നിന്നു. മീരീനിന്റെ പീഠഭൂമിയിൽ ഗ്രേവോം മുന്നോട്ട് വന്ന് യജമാനന്മാരുടെ സൈനികരോട് വലീരിയൻ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അൺസലീഡ് സൈന്യം തങ്ങളുടെ കുന്തങ്ങൾ തയ്യാറാക്കി. യജമാനന്മാരുടെ സൈനികർ തങ്ങളുടെ വാളുകളും തയ്യാറാക്കി. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും യുദ്ധം ചെയ്യുകയോ മരിക്കുകയോ ചെയ്യാത്ത യജമാനന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തു മരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ അടുത്തേക്ക് തിരികെ പോകുക. ഗ്രേവോം പറഞ്ഞു. ദൂരെ നിന്നും ഒരു വ്യാളിയുടെ അലർച്ച കേട്ടു. ഭയന്നുവിറച്ച യജമാനന്മാരുടെ സൈനികർ തങ്ങളുടെ ആയുധങ്ങൾ താഴെയിട്ട് ജീവനും കൊണ്ട് ഓടി. ടിരിയൻ യജമാനന്മാരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, കപ്പൽപ്പടയ്ക്ക് നന്ദി. ഞങ്ങളുടെ രാജ്ഞിക്ക് കപ്പലുകൾ വളരെ ഇഷ്ടമാണ്. നമ്മൾ അവസാനമായി സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു കരാറുണ്ടാക്കിയിരുന്നു. നിങ്ങൾ ആ കരാർ ലംഘിച്ചു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ രാജ്ഞിക്ക് ക്ഷമിക്കുന്ന പ്രകൃതമാണെങ്കിലും ഇത് ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയായി നിങ്ങളിൽ ഒരാൾ മരിക്കണമെന്ന് ഞങ്ങളുടെ രാജ്ഞി നിർബന്ധിക്കുന്നു. മറ്റുള്ളവർ മരിക്കുന്നത് എപ്പോഴും കേൾക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണല്ലേ? ടിരിയൻ ചോദിച്ചു. പെട്ടെന്ന് റസ്ദൽ യെസാനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മരിക്കണം. ടിരിയൻ ഗ്രേവേമിനെ നോക്കി. ഗ്രേവേം പതുക്കെ യെസാനിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ദയവായി. യെസാൻ അപേക്ഷിച്ചുകൊണ്ട് മുട്ടുകുത്തി വീണു. ഗ്രേവേം തന്റെ കത്തി പുറത്തെടുത്ത് കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ റസ്ദാലിന്റെയും ബെലിച്ചോയുടെയും കഴുത്തറുത്തു. അവൻ കത്തി തിരികെ വെച്ച് പിന്നോട്ടു മാറി. ടിരിയൻ യെസാനിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ചു. ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ ആളുകളോട് പറയുക. തിരുമനസിന്റെ കൃപ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് അവരോട് പറയുക. പ്രതികാരത്തിന്റെ ആശയങ്ങളോടുകൂടിയോ അടിമനഗരങ്ങളെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ചിന്തകളോടുകൂടിയോ അവർ മുന്നോട്ട് വരുമ്പോൾ ഡെനറിസ് ടോംബോണും അവളുടെ വ്യാളികളും മീരീനിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നവരെ ഓർമ്മിപ്പിക്കുക, ടിരിയൻ പറഞ്ഞു. അവനും ഗ്രേവേമും മിസാന്റെയും അവിടെ നിന്ന് നടന്നു നീങ്ങി. വടക്ക് വിന്റർഫെല്ലിന്റെ അതിർത്തികളിൽ മരവിപ്പിക്കുന്ന തണുപ്പുകാറ്റ് വീശിയടിച്ചു. ജോൺ സ്നോ, സാൻസ, ഡേവോസ്, ടോർമണ്ട്, ലിയാന മോർമണ്ട് എന്നിവരും ചില സ്റ്റാർക്ക് സൈനികരും കുതിരപ്പുറത്ത് കാത്തിരുന്നു. റാംസെ, ഹരൽഡ് കാർസ്റ്റാർക്ക്, സ്മാൾ ജോൺ അംബർ എന്നിവരും ഒരു കൂട്ടം ബോൾട്ടൺ സൈനികരും കുതിരപ്പുറത്ത് അവർക്ക് നേരെ വന്നു. അവർ ജോൺ സ്നോന്റെയും സംഘത്തിന്റെയും മുന്നിൽ നിന്നു. റാംസെയുടെ മുഖത്ത് വക്രമായ ഒരു പുഞ്ചിരി വിടർന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു. തുടർന്ന് റാംസെ ജോൺ സ്നോനെ നോക്കി. ലേഡി ബോൾട്ടനെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചതിന് നന്ദി. ഇനി കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി എന്റെ മുന്നിൽ മുട്ടുകുത്തുക. നിങ്ങളുടെ സൈന്യത്തെ കീഴടക്കി എന്നെ വിന്റർഫെല്ലിന്റെ യഥാർത്ഥ പ്രഭുവായും വടക്കിന്റെ കാവൽക്കാരനായും പ്രഖ്യാപിക്കുക. നൈറ്റ്സ് വാച്ചിൽ നിന്ന് ഒളിച്ചോടിയതിന് ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാം. എന്റെ വീടിനെ വഞ്ചിച്ചതിന് ഈ രാജ്യദ്രോഹികളായ പ്രഭുക്കന്മാർക്കും ഞാൻ മാപ്പ് നൽകാം. വരൂ ബാസ്റ്റാർഡ്, നിനക്ക് ആളുകളില്ല, നിനക്ക് കുതിരകളില്ല, നിനക്ക് വിന്റർഫെല്ലുമില്ല. എന്തിനാണ് ആ പാവം മനുഷ്യരെ കുരുതിക്കളത്തിലേക്ക് നയിക്കുന്നത്? ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. നിന്റെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി മുട്ടുകുത്തുക. ഞാൻ കരുണയുള്ള ഒരു മനുഷ്യനാണ്, റാംസെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കേണ്ടതില്ല. നമ്മളിൽ ഒരാൾ മാത്രം മതി. നമുക്കിത് പഴയ രീതിയിൽ അവസാനിപ്പിക്കാം, ജോൺ സ്നോ പറഞ്ഞു. റാംസെ ഉച്ചത്തിൽ ചിരിച്ചു. നിന്നെക്കുറിച്ച് ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്, ബാസ്റ്റാർഡ്. വടക്കുള്ള ആളുകൾ നിന്നെക്കുറിച്ച് സംസാരിക്കുന്ന രീതി കേട്ടാൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വാൾപ്പയറ്റുകാരൻ നീയാണെന്ന് തോന്നും. ഒരുപക്ഷെ നീ അത്ര നല്ലവനായിരിക്കാം. അല്ലായിരിക്കാം. എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എന്റെ സൈന്യം നിന്റേതിനെ തോൽപ്പിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് 6000 ആളുകളുണ്ട്. റാംസെ ജോൺ സ്നോന് നേരെ വിരൽ ചൂണ്ടി. പറയൂ, കീഴടങ്ങാൻ നിനക്ക് വളരെയധികം അഭിമാനമുള്ളതുകൊണ്ട് നിന്റെ ചെറിയ സഹോദരനെ നീ മരിക്കാൻ അനുവദിക്കുമോ? അവൻ നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഞങ്ങൾക്കെങ്ങനെ അറിയാം? സൻസ ചോദിച്ചു. റാംസെ സ്മാൾ ജോണിന് നേരെ തലയാട്ടി. സ്മാൾ ജോൺ ഒരു സഞ്ചിയിൽ നിന്ന് ഷാഗി ഡോഗിന്റെ വെട്ടിയ തല പുറത്തെടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോൾ നിനക്ക് അവനെ രക്ഷിക്കണമെങ്കിൽ, റാംസെ പറഞ്ഞു തുടങ്ങിയതും സൻസ ഇടപെട്ടു. നിങ്ങൾ നാളെ മരിക്കാൻ പോകുകയാണ് ലോർഡ് ബോൾട്ടൺ. നന്നായി ഉറങ്ങിക്കൊള്ളൂ, സൻസ പറഞ്ഞു. അവൾ തന്റെ കുതിരയെ തിരിച്ച് അവിടെ നിന്ന് പോയി. റാംസെ വീണ്ടും ജോൺ സ്നോനോട് പറഞ്ഞു. അവൾ ഒരു നല്ല സ്ത്രീയാണ്, നിന്റെ സഹോദരി. അവളെ എന്റെ കിടക്കയിലേക്ക് തിരികെ ലഭിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്.
നിങ്ങളെല്ലാവരും കാണാൻ നല്ല പുരുഷന്മാരുമാണ്. എന്റെ നായ്ക്കൾ നിങ്ങളെ കാണാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. 7 ദിവസമായി ഞാൻ അവർക്ക് ഭക്ഷണം നൽകിയിട്ടില്ല. അവർക്ക് കടുത്ത വിശപ്പുണ്ട്. അവർ നിങ്ങളുടെ ശരീരത്തിലെ ഏതു ഭാഗമായിരിക്കും ആദ്യം ശ്രമിക്കുക എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങളുടെ കണ്ണുകളോ അതോ നിങ്ങളുടെ വൃഷണങ്ങളോ? നമുക്കുടൻ തന്നെ അതറിയാം. അപ്പോൾ രാവിലെ കാണാം. ബാസ്റ്റാർഡ്. രാംസേയും സംഘവും വിന്റർഫെല്ലിലേക്ക് തിരികെ യാത്രയായി. ജോൺ സ്നോ വേദനയോടെ താഴേക്ക് നോക്കി. സ്റ്റാർ ക്യാമ്പിലെ ഒരു വലിയ കൂടാരത്തിൽ ജോൺ സ്നോ, ഡാവോസ്, ടോർമണ്ട്, സാൻസ എന്നിവർ ഒരു മേശയ്ക്ക് ചുറ്റും നിൽക്കുകയായിരുന്നു. അവൻ മിടുക്കനായിരുന്നെങ്കിൽ അവൻ വിന്റർഫെല്ലിന്റെ മതിലുകൾക്കുള്ളിൽ തന്നെ നിൽക്കുകയും നാം തളരുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. ജോൺ സ്നോ പറഞ്ഞു. അത് അവന്റെ രീതിയല്ല. വടക്ക് മുഴുവൻ ഇത് വീക്ഷിക്കുന്നുണ്ടെന്ന് അവനറിയാം. അവന്റെ ഭാഗത്തൊരു ദൗർബല്യമുണ്ടെന്ന് മറ്റു കുടുംബങ്ങൾക്ക് തോന്നിയാൽ അവർ അവനെ ഭയപ്പെടുന്നത് നിർത്തും. അവനത് താങ്ങാൻ കഴിയില്ല. ഭയമാണ് അവന്റെ ശക്തി, ഡേവോസ് വിശദീകരിച്ചു. അതവന്റെ ദൗർബല്യവുമാണ്. അവന്റെ ആളുകൾ അവനുവേണ്ടി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവനുവേണ്ടി യുദ്ധം ചെയ്യാൻ അവർ നിർബന്ധിതരാകുകയാണ്. കാര്യങ്ങൾ മാറിമറിയുകയാണെന്ന് അവർക്ക് തോന്നിയാൽ. ജോൺ സ്നോ പറഞ്ഞു. ഡാവോസും ടോർമണ്ടും ബാക്കിയുള്ളവരും പുറത്തുപോയി. ജോൺ സ്നോ മേശയുടെ തലക്കിലിരുന്നു. അങ്ങനെ നിങ്ങൾ ശത്രുവിനെ കണ്ട് നിങ്ങളുടെ യുദ്ധപദ്ധതികൾ തയ്യാറാക്കി, സൻസ പറഞ്ഞു. അതെ, അവർക്ക് എന്തു വിലയുണ്ടെങ്കിലും, ജോൺ സ്നോ മറുപടി നൽകി. നിങ്ങൾക്ക് അവനെ ഒരു സംഭാഷണത്തിന്റെ സമയം മാത്രമേ അറിയൂ. നിങ്ങളും നിങ്ങളുടെ വിശ്വസ്തരായ ഉപദേശകരും ചുറ്റുമിരുന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതിനെക്കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നു. ഞാൻ അവന്റെ കൂടെ ജീവിച്ചതാണ്. അവന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എനിക്കറിയാം. ആളുകളെ വേദനിപ്പിക്കാൻ അവൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവെന്നെനിക്കറിയാം. എനിക്ക് ചില ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊരിക്കലും തോന്നിയില്ലേ? സൻസ ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ജോൺ സ്നോ സമ്മതിച്ചു. അവൻ നിങ്ങളുടെ കെണിയിൽ വീഴുമെന്ന് നിങ്ങൾ കരുതുന്നു. അവൻ വീഴില്ല. അവനാണ് കെണികൾ വയ്ക്കുന്നത്, സൻസ മുന്നറിയിപ്പ് നൽകി. അവന് അമിത ആത്മവിശ്വാസമാണ്, ജോൺ സ്നോ പറഞ്ഞു. അവൻ ആളുകളുമായി കളിക്കുന്നു. നിങ്ങളെക്കാൾ വളരെ നന്നായി അവനത് ചെയ്യാൻ കഴിയും. ജീവിതകാലം മുഴുവൻ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൻസ പറഞ്ഞു. അതെ, പിന്നെ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ചൂലുവെച്ച് കളിക്കുകയായിരുന്നു. ഞാൻ രാംസെ ബോൾട്ടൺ-നേക്കാൾ മോശമായവർക്കെതിരെ വോളിന് അപ്പുറം യുദ്ധം ചെയ്തു. രാംസെ ബോൾട്ടൺ-നേക്കാൾ മോശമായവരിൽ നിന്ന് ഞാൻ വോളിനെ പ്രതിരോധിച്ചു, ജോൺ സ്നോ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് അവനെ അറിയില്ല, സൻസ ഉറപ്പിച്ചു പറഞ്ഞു. ശരി, പറയൂ. നമ്മൾ എന്തു ചെയ്യണം? റിക്കണിനെ നമുക്ക് എങ്ങനെ തിരികെ ലഭിക്കും? ജോൺ സ്നോ ചോദിച്ചു. നമുക്ക് അവനെ ഒരിക്കലും തിരികെ ലഭിക്കില്ല. റിക്കൺ ആണ് നെഡ് സ്റ്റാർക്കിന്റെ യഥാർത്ഥ മകൻ. അതിനർത്ഥം ബാസ്റ്റാർഡായ നിങ്ങളെക്കാളും ഒരു പെൺകുട്ടിയായ എന്നേക്കാളും രാംസേയ്ക്ക് അവൻ വലിയൊരു ഭീഷണിയാണെന്നാണ്. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിന്റർഫെല്ലിനു മേലുള്ള രാംസേയുടെ അവകാശവാദം ചോദ്യം ചെയ്യപ്പെടും. അതിനർത്ഥം അവൻ അധികകാലം ജീവിക്കില്ല എന്നാണ്, സൻസ കണ്ണീരോടെ പറഞ്ഞു. നമ്മുടെ സഹോദരനെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല, ജോൺ സ്നോ പറഞ്ഞു. ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു, സൻസ അപേക്ഷിച്ചു. തീർച്ചയായും അവൻ ആഗ്രഹിക്കുന്നു. ഞാനെന്ത് വ്യത്യസ്തമായി ചെയ്യണം? ജോൺ സ്നോ ചോദിച്ചു. എനിക്കറിയില്ല. യുദ്ധങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവൻ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രം നിങ്ങൾ ചെയ്യരുത്, സൻസ പറഞ്ഞു. അതെ, അതൊരു നല്ല ഉപദേശമാണ്, ജോൺ സ്നോ പറഞ്ഞു. നിങ്ങൾ നേരത്തെ എന്നോട് ഉപദേശം ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു സൈന്യമുണ്ടാകുന്നതുവരെ വിന്റർഫെൽ ആക്രമിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതോ അതും വ്യക്തമാണോ? സൻസ ചോദിച്ചു. നമുക്കെപ്പോഴാണ് വലിയൊരു സൈന്യമുണ്ടാകുക? നമ്മളെ സ്വീകരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും നമ്മൾ അപേക്ഷിച്ചു. ബ്ലാക്ക്ഫിഷിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഇത്രയും പേരെ ലഭിച്ചതുതന്നെ നമ്മുടെ ഭാഗ്യമാണ്, ജോൺ സ്നോ നിരാശയോടെ പറഞ്ഞു. രാംസെ വിജയിച്ചാൽ ഞാൻ ജീവനോടെ അവിടേക്ക് മടങ്ങില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൾ പുറത്തേക്ക് പോയി. ജോൺ സ്നോ തിരിഞ്ഞ് മേശയിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. മഞ്ഞു വീഴുന്ന ആ രാത്രിയിൽ ഡാവോസും ടോർമണ്ടും ക്യാമ്പിലൂടെ ഒരുമിച്ച് നടക്കുകയായിരുന്നു. പ്രതീക്ഷയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡാവോസ് ചോദിച്ചു. ഈ ബോൾട്ടൺ ദുഷ്ടന്മാർ യുദ്ധം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സ്വതന്ത്രരായ ആളുകൾ യുദ്ധം ചെയ്യുന്നതും അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതെ, പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ രാജാവിനുവേണ്ടി പ്രതികാരം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ടോർമണ്ട് ചോദിച്ചു. സ്റ്റാനിസിനെ പരാജയപ്പെടുത്തിയത് ബോൾട്ടൺസ് അല്ല, സ്റ്റാനിസ് തന്നെയായിരുന്നു. ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു, എന്നെ എന്തെങ്കിലും ഒന്നാക്കി മാറ്റി. എന്നാൽ അദ്ദേഹത്തിന്റെ തലയോട്ടിക്കുള്ളിൽ മോശമായ കാര്യങ്ങൾ മന്ത്രിക്കുന്ന പിശാചുകളുണ്ടായിരുന്നു, ഡാവോസ് ഓർത്തു. നിങ്ങൾ ആ സ്റ്റാനിസിനെ സ്നേഹിച്ചു. അവൻ ചുട്ടരിച്ച മനുഷ്യനെ ഞാൻ സ്നേഹിച്ചു. മാൻസിന്റെ തലയോട്ടിക്കുള്ളിൽ പിശാചുകളുണ്ടായിരുന്നില്ല. അവൻ ആളുകളെ ചുട്ടരിക്കുകയോ ഏതെങ്കിലും ചുവന്ന മന്ത്രവാദിനിയെ കേൾക്കുകയോ ചെയ്തില്ല. ഞാൻ അവനിൽ വിശ്വസിച്ചു. നീണ്ട രാത്രിയിലൂടെ നമ്മെ നയിക്കാൻ അവനാണ് ശരിയായ മനുഷ്യനെന്ന് ഞാൻ കരുതി. എന്നാൽ നിങ്ങളെപ്പോലെ ഞാനും തെറ്റുകാരനായിരുന്നു, ടോർമണ്ട് പറഞ്ഞു. രാജാക്കന്മാരിൽ വിശ്വസിച്ചതായിരുന്നു ചിലപ്പോൾ നമ്മുടെ തെറ്റ്, ഡാവോസ് പറഞ്ഞു. ജോൺ സ്നോ ഒരു രാജാവല്ല, ടോർമണ്ട് പറഞ്ഞു. അല്ല, അവനല്ല, ഡാവോസ് ശരിവച്ചു. ടോർമണ്ട് അവിടെ നിന്ന് നടന്നുപോയി. ചുവന്ന വെളിച്ചമുള്ള തന്റെ കൂടാരത്തിൽ മെലിസാന്ദ്ര ഒരു കണ്ണാടിയും മെഴുകുതിരികളുമുള്ള ഒരു മേശയിലിരുന്ന് ഒരു അഗ്നികുണ്ഡത്തിലേക്ക് തുറച്ചുനോക്കുകയായിരുന്നു. ജോൺ സ്നോ അകത്ത് കടന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ യുദ്ധ കൗൺസിലിലുണ്ടായിരുന്നില്ല, ജോൺ സ്നോ പറഞ്ഞു. ഞാനൊരു പടയാളിയല്ല, മെലിസാന്ദ്ര പറഞ്ഞു. എന്തെങ്കിലും ഉപദേശം?
ജോൺ സ്നോ ചോദിച്ചു. തോൽക്കരുത്, അവൾ പറഞ്ഞു. ഞാൻ തോൽക്കുകയാണെങ്കിൽ, ഞാൻ വീഴുകയാണെങ്കിൽ എന്നെ തിരികെ കൊണ്ടുവരരുത്, ജോൺ സ്നോ പറഞ്ഞു. എനിക്ക് ശ്രമിക്കേണ്ടി വരും, മെലിസാന്ദ്ര മറുപടി നൽകി. എന്നെ തിരികെ കൊണ്ടുവരരുതെന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്, ജോൺ സ്നോ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ദാസിയല്ല, അവൾ പറഞ്ഞു. നിങ്ങൾ എന്റെ ക്യാമ്പിലാണ്. ഞാനാണ് കമാൻഡർ, ജോൺ സ്നോ ഓർമ്മിപ്പിച്ചു. ഞാൻ വെളിച്ചത്തിന്റെ പ്രഭുവിനെ സേവിക്കുന്നു. അവൻ കൽപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്നു, മെലിസാന്ദ്ര ഉറപ്പിച്ചു പറഞ്ഞു. അവൻ എന്താണ് കൽപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം, ജോൺ സ്നോ ചോദിച്ചു. അവന്റെ അടയാളങ്ങൾ എനിക്ക് കഴിയുന്നത്ര നന്നായി ഞാൻ വ്യാഖ്യാനിക്കുന്നു. നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ പ്രഭു ആഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ തിരികെ കൊണ്ടുവന്നു? എനിക്ക് യാതൊരു ശക്തിയുമില്ല. അവൻ എനിക്ക് നൽകുന്ന ശക്തി മാത്രമേയുള്ളൂ. അവൻ നിങ്ങളെ എനിക്ക് നൽകി, അവൾ പറഞ്ഞു. എന്തിനുവേണ്ടി, ജോൺ സ്നോ ചോദിച്ചു. എനിക്കറിയില്ല. ഒരുപക്ഷെ അവന്റെ പദ്ധതിയുടെ ഈ ചെറിയ ഭാഗത്തിന് മാത്രമേ നിങ്ങളെ ആവശ്യമായിട്ടുള്ളൂ. ഒരുപക്ഷെ വീണ്ടും മരിക്കാനായി അവൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാകാം, അവൾ പറഞ്ഞു. ജോൺ സ്നോ ആ അഗ്നികുണ്ഡത്തിലേക്ക് കുറച്ചുനേരം നോക്കിനിന്ന ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. രാത്രിയുടെ നിശബ്ദതയിൽ മഞ്ഞിലൂടെ ഡേവോസ് ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. അയാൾ മരക്കഷണങ്ങളുടെ ഒരു വലിയ കൂമ്പാരം കണ്ട് അത് പരിശോധിക്കാൻ നിന്നു. ആ മരക്കൂട്ടത്തിൽ കത്തിക്കരിഞ്ഞ ഒരു മാനിന്റെ ചെറിയ പ്രതിമ അവൻ കണ്ടു. അവനത് കുനിഞ്ഞെടുത്ത് ആ മരക്കൂട്ടത്തിലേക്ക് വീണ്ടും നോക്കി. ദൂരെ ഒരു കാഹളം മുഴങ്ങി. ഡേവോസ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി വേദനയോടെ തല താഴ്ത്തി. മീരീനിന്റെ വലിയ സിംഹാസനമുറിയിൽ ഡേനറി സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. തിരിയൻ അവളുടെ അരികിൽ നിന്നു. അവർ തങ്ങളുടെ മുന്നിലെ പടികളിൽ നിൽക്കുന്ന തിയോണിനോടും യാരായോടും സംസാരിക്കുകയായിരുന്നു. നമ്മൾ അവസാനമായി കണ്ടത് വിന്റർഫെല്ലിൽ വെച്ചാണല്ലേ? എന്റെ ഉയരത്തെക്കുറിച്ച് നിങ്ങൾ തമാശകൾ പറയുകയായിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. അത് വളരെ കാലം മുമ്പായിരുന്നു, തിയോൺ പറഞ്ഞു. അതിനുശേഷം കാര്യങ്ങൾ നിങ്ങൾക്കെങ്ങനെ പോകുന്നു? അത്ര നല്ല രീതിയിലല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യങ്ങൾ നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ നിങ്ങൾ ആ സ്റ്റാർ കുട്ടികളെ കൊലപ്പെടുത്തുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ടിരിയൻ പറഞ്ഞു. ഞാൻ ആ സ്റ്റാർ കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത്രയും മോശമായതോ അതിലും മോശമായതോ ആയ കാര്യങ്ങൾ ഞാൻ ചെയ്തു, തിയോൺ സമ്മതിച്ചു. അതിനുള്ള വില അവൻ നൽകി, യാര പറഞ്ഞു. അങ്ങനെ തോന്നുന്നില്ല. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വിന്റർഫെല്ലിൽ വളർന്നുവരുമ്പോൾ നിങ്ങൾ ആരാണെന്ന് പൂർണ്ണമായി അറിയാതെ ജീവിക്കുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും സങ്കീർണമായ ജീവിതമല്ലേ നയിക്കുന്നത്? തിരിയൻ ചോദിച്ചു. ഡെനരീസ് ഇടപെട്ടു. അയൺ ഫ്ലീറ്റിൽ നിന്ന് 100 കപ്പലുകളും അവ ഓടിക്കാൻ ആളുകളെയും നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. പകരം അയൺ ഐലൻഡ്സിന്റെ സിംഹാസനത്തിന്മേലുള്ള നിങ്ങളുടെ അവകാശവാദത്തെ ഞാൻ പിന്തുണയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു, ഡെനരീസ് ചോദിച്ചു. അയൺ ഐലൻഡ്സിന് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു രാജ്ഞി ഉണ്ടായിട്ടുണ്ടോ? ഡെനരീസ് ചോദിച്ചു. വെസ്റ്ററോസിനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലില്ല, യാര ധൈര്യത്തോടെ പറഞ്ഞു. ഡെനരീസ് മന്ദഹസിച്ചു. ഞങ്ങളുടെ അമ്മാവൻ യൂറോൺ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. അവൻ ഞങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തി യാരായിൽ നിന്ന് സോൾട്ട് ത്രോൺ പിടിച്ചെടുത്തു. ഞങ്ങൾ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ ഞങ്ങളെയും കൊല്ലുമായിരുന്നു, തിയോൺ പറഞ്ഞു. നിങ്ങളുടെ പിതാവ് ഒരു ഭയങ്കരനായ രാജാവായിരുന്നുവെന്ന് ലോർഡ് ടിരിയൻ എന്നോട് പറയുന്നു, ഡെനരീസ് പറഞ്ഞു. അവൾ ടിരിയനിന്റെ നേരെ തിരിഞ്ഞു. അവരുടെ കപ്പലുകൾ മതിയാകുമോ? മുൻ യജമാനന്മാരുടെ കപ്പൽപ്പടയ്ക്കൊപ്പം ഒരുപക്ഷെ. അയൺ ഫ്ലീറ്റിൽ 100-ലധികം കപ്പലുകളുണ്ട്, ടിരിയൻ പറഞ്ഞു. അതെ, യോറോൺ കൂടുതൽ നിർമ്മിക്കുന്നുമുണ്ട്. അവനവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ പോകുകയാണ്, തിയോൺ പറഞ്ഞു. പിന്നെ ഞാൻ എന്തിന് അവനുവേണ്ടി കാത്തിരിക്കരുത്? ഡെനരീസ് ചോദിച്ചു. അയൺ ഫ്ലീറ്റ് മാത്രമല്ല അവൻ കൊണ്ടുവരുന്നത്. അവന് നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുള്ളത്, തിയോൺ പറഞ്ഞു തുടങ്ങിയതും യാര അവനെ തടഞ്ഞു. അവന്റെ വലിയ ലിംഗം. അവൻ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. യോറോണിന്റെ വാഗ്ദാനം വിവാഹത്തിനുള്ള വാഗ്ദാനവും കൂടിയാണ്. ഒന്നില്ലാതെ മറ്റൊന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല, യാര പറഞ്ഞു. നിങ്ങളുടെ വാഗ്ദാനത്തിൽ വിവാഹ ആവശ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ കരുതുന്നു, ഡെനരീസ് ചോദിച്ചു. ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല, പക്ഷെ ഞാൻ എന്തിനും തയ്യാറാണ്, യാര പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ ഞങ്ങളുടെ അച്ഛനെ കൊന്നു, ഞങ്ങളെയും കൊല്ലുമായിരുന്നു. അവനാവശ്യമുള്ളത് ലഭിച്ചയുടനെ അവൻ നിങ്ങളെയും കൊല്ലും, തിയോൺ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾക്ക് 7 കിങ്ഡംസ് വേണ്ടേ? ഡെനരീസ് ചോദിച്ചു. നിങ്ങളുടെ പൂർവികർ ഞങ്ങളുടേതിനെ പരാജയപ്പെടുത്തി അയൺ ഐലൻഡ്സ് പിടിച്ചെടുത്തു. അവ തിരികെ നൽകാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, തിയോൺ പറഞ്ഞു. അത്രമാത്രമോ? ഡെനരീസ് ചോദിച്ചു. ഒരു സ്ത്രീ ഭരിക്കാൻ യോഗ്യയല്ലെന്ന് കരുതുന്ന 1-2 അമ്മാവന്മാരെ കൊലപ്പെടുത്താൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, യാര പറഞ്ഞു. ന്യായമാണ്, ഡെനരീസ് പറഞ്ഞു. എല്ലാവരും അവരുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ തുടങ്ങിയാൽ എന്തു സംഭവിക്കും? തിരിയൻ ചോദിച്ചു. അവൾ ആവശ്യപ്പെടുകയല്ല, അവൾ ചോദിക്കുകയാണ്. മറ്റുള്ളവർക്കും ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെയൊക്കെ പിതാക്കന്മാർ ദുഷ്ടന്മാരായ മനുഷ്യരായിരുന്നു. അവർ കണ്ടതിനേക്കാൾ മോശമാക്കിയാണ് ലോകത്തെ വിട്ടുപോയത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ കണ്ടതിനേക്കാൾ മികച്ചതായി ലോകത്തെ മാറ്റാൻ പോവുകയാണ്, ഡെനരീസ് പറഞ്ഞു. ഡെനരീസ് എഴുന്നേറ്റ് യാരയുടെ അടുത്തേക്ക് ചെന്നു. 7 കിങ്ഡംസിന്റെ രാജ്ഞി എന്ന നിലയിലുള്ള എന്റെ അവകാശവാദത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയും 7 കിങ്ഡംസിന്റെ അഖണ്ഡതയെ ബഹുമാനിക്കുകയും ചെയ്യും. ഇനി കൊള്ളയടിക്കലോ അലഞ്ഞുതിരിയലോ ആക്രമിക്കലോ ബലാത്സംഗം ചെയ്യലോ പാടില്ല, ഡെനരീസ് ആജ്ഞാപിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതരീതി, യാര പറഞ്ഞു. ഇനി പാടില്ല, ഡെനരീസ് ഉറപ്പിച്ചു പറഞ്ഞു. യാരയും തിയോണും പരസ്പരം നോക്കി. തിയോൺ തലയാട്ടി സമ്മതിച്ചു. യാര വീണ്ടും ഡെനരീസിന്റെ നേരെ തിരിഞ്ഞു. യാര ഡെനരീസിന്റെ നേരെ കൈനീട്ടി. ഡെനരീസ് തിരിഞ്ഞ് ടിരിയനെ നോക്കി. ടിരിയൻ തന്റെ കൈകൊണ്ട് കുലുക്കാൻ ആംഗ്യം കാണിച്ചു. ഡെനരീസും യാരായും പരസ്പരം കൈകളിൽ മുറുകെ പിടിച്ചു.
വിന്റർഫെല്ലിന്റെ മരവിച്ച അതിർത്തികളിൽ സ്റ്റാർക്ക് സൈന്യവും ബോൾട്ടൺ സൈന്യവും യുദ്ധക്കളത്തിന് ഇരുവശത്തുമായി നിലയുറപ്പിച്ചു. ഡാവോസ് തന്റെ സ്റ്റാർക്ക് സൈന്യത്തിന്റെ നിരകൾക്കിടയിൽ കുതിരപ്പുറത്തിരുന്നു. ജോൺ സ്നോ തന്റെ സൈനികരെ നോക്കിക്കൊണ്ട് അവർക്കിടയിലൂടെ കുതിരയെ ഓടിച്ചു. അവൻ മുൻനിരയിലുള്ള ടോർമണ്ടിന്റെയും വൺവണ്ണിന്റെയും അടുത്തേക്ക് കുതിരയെ കൊണ്ടുവന്നു. യുദ്ധക്കളത്തിനപ്പുറം ഹൗസ് ബോൾട്ടണിന്റെ ചിഹ്നത്തെ അനുസ്മരിപ്പിക്കുന്ന എക്സ് ആകൃതിയിലുള്ള ചിതകൾ എരിയുകയായിരുന്നു. അവയിലോരോന്നിലും തൊലിയുരിഞ്ഞ മനുഷ്യരുടെ ശരീരങ്ങൾ തലകീഴായി കെട്ടിത്തൂക്കിയിരുന്നു. രാംസെ തന്റെ കയ്യിലൊരു കയറുമായി ബോൾട്ടൺ സൈന്യത്തിന്റെ നിരകളിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. മുൻനിരയിലെത്തിയ അവൻ കുതിരപ്പുറത്തു നിന്നിറങ്ങി. ആ കയർ റിക്കോണിന്റെ കൈകളിൽ കെട്ടിയിരിക്കുകയാണെന്ന് അപ്പോഴാണ് എല്ലാവരും കണ്ടത്. രാംസെ റിക്കോണിനെ മുൻനിരയിൽ നിന്നും അല്പം മുന്നോട്ട് കൊണ്ടുവന്ന് യുദ്ധക്കളത്തിനപ്പുറമുള്ള ജോൺ സ്നോനെ നോക്കി. അവൻ തന്റെ കത്തി പുറത്തെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി. ജോൺ സ്നോ കുതിരപ്പുറത്തു നിന്നിറങ്ങി യുദ്ധക്കളത്തിലേക്ക് കുറച്ചടി മുന്നോട്ട് നടന്നു. രാംസെ തന്റെ കത്തി താഴ്ത്തി റിക്കോണിന്റെ കെട്ടുകൾ അറുത്തുമാറ്റി. "നിനക്ക് കളികൾ ഇഷ്ടമാണോ കൊച്ചുമനുഷ്യ? നമുക്കൊരു കളി കളിക്കാം. നിന്റെ സഹോദരന്റെ അടുത്തേക്ക് ഓടിപ്പോകൂ. നീ എത്ര വേഗം അവന്റെ അടുത്തെത്തുന്നുവോ അത്ര വേഗം നിനക്കവനെ കാണാം. അതാണ് കളി. എളുപ്പമാണോ? തയ്യാറാണോ?" രാംസെ പറഞ്ഞു. റിക്കോൺ യുദ്ധക്കളത്തിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നിട്ട് തിരിഞ്ഞ് രാംസെയെ നോക്കി. "നീ ഓടിപ്പോകണം, ഓർമ്മയുണ്ടോ? അതാണ് നിയമങ്ങൾ," രാംസെ പറഞ്ഞു. ഒരു സൈനികൻ വന്ന് രാംസെയ്ക്ക് അവന്റെ വില്ല് നൽകി. റിക്കോൺ ജീവനുവേണ്ടി യുദ്ധക്കളത്തിലൂടെ വേഗത്തിൽ ഓടിത്തുടങ്ങി. രാംസെ തന്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പ് പുറത്തെടുത്തു. ജോൺ സ്നോ പെട്ടെന്ന് തന്റെ കുതിരപ്പുറത്ത് കയറി റിക്കോണിന് നേരെ യുദ്ധക്കളത്തിലൂടെ പൂർണ്ണവേഗത്തിൽ പാഞ്ഞു. രാംസെ വില്ലിൽ അമ്പ് തൊടുത്തു. അമ്പ് റിക്കോണിന്റെ തൊട്ടടുത്തായി മണ്ണിൽ തറച്ചു. അവൻ വീണ്ടും ഒരമ്പ് ചെയ്തു. അതും ലക്ഷ്യം തെറ്റി മണ്ണിൽ പതിച്ചു. ജോൺ സ്നോ റിക്കോണും തമ്മിലുള്ള അകലം കുറഞ്ഞു. ജോൺ സ്നോ തന്റെ കൈ റിക്കോണിന്റെ നേർക്ക് നീട്ടി. രാംസെ മറ്റൊരമ്പ് കൂടി ചെയ്തു. അതും ലക്ഷ്യം തെറ്റി. ജോൺ സ്നോവും റിക്കോണും തമ്മിൽ ഏതാനും അടികളുടെ ദൂരമാണ്. ആ പിഞ്ചു ശരീരം മണ്ണിലേക്ക് വീണു. ജോൺ സ്നോ അവന്റെ അരികിൽ കുതിരയെ നിർത്തി താഴേക്ക് നോക്കി. റിക്കോൺ ഒന്ന് ശ്വാസമെടുക്കാൻ ശ്രമിച്ചു. തുടർന്ന് അവന്റെ ജീവൻ വെടിഞ്ഞു. "വേണ്ട," ടോർമണ്ട് തന്നോട് തന്നെ പറഞ്ഞു. ബോൾട്ടൺ വില്ലാളികൾ ഒന്നിച്ച് തങ്ങളുടെ വില്ലുകൾ വലിച്ചുപിടിച്ചു. കോപത്താൽ ജ്വലിക്കുന്ന ജോൺ സ്നോ തന്റെ കുതിരയെ ബോൾട്ടൺ സൈന്യത്തിനു നേരെ ഒറ്റയ്ക്ക് ഓടിച്ചു. ബോൾട്ടൺസിനെ ലക്ഷ്യമാക്കി യുദ്ധക്കളത്തിലൂടെ കുതിച്ചു. എന്നാൽ ജോൺ സ്നോ ഒറ്റയ്ക്ക് ബോൾട്ടൺ സൈന്യത്തിനു നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ബോൾട്ടൺ വില്ലാളികൾ അമ്പുകളുടെ ഒരു വലിയ വർഷം തന്നെ പുറപ്പെടുവിച്ചു. അവയിൽ പലതും ജോൺ സ്നോന്റെ കുതിരയുടെ ശരീരത്തിൽ തറച്ചുകയറി. അവനും കുതിരയും അതിവേഗം നിലത്തേക്ക് മറിഞ്ഞു വീണു. രാംസെ ആജ്ഞാപിച്ചു, "കുതിരപ്പട, ആക്രമിക്കൂ!" കാർസ്റ്റാർക്ക് വിളിച്ചു പറഞ്ഞു. അയാൾ ഒന്നിനെയും പേടിക്കാത്തൊരു മൃഗമാണ്. യുദ്ധത്തിന്റെ ഒരു ചിട്ടവട്ടവും അയാൾക്കില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ് അയാൾക്ക്. മരണത്തെ കളിയാക്കുന്ന ഒരു രാക്ഷസൻ. എന്നാൽ കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. ദാവോസിന്റെയും ടോർമുണ്ടിന്റെയും ഭയം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഭയന്നത് ബോൾട്ടൺ പടയാളികളുടെ എണ്ണം കണ്ടല്ല, മറിച്ച് ഒരുത്തന്റെ നിൽപ്പ് കണ്ടിട്ടായിരുന്നു. കുതിരപ്പട അവനിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സ്റ്റാർക്ക് സൈനികർ പാഞ്ഞെത്തി ബോൾട്ടൺ സൈന്യവുമായി ഏറ്റുമുട്ടി. രണ്ടു വശത്തുമുള്ള ആളുകൾ ആ ഭ്രാന്തമായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ശരീരങ്ങളും ആയുധങ്ങളും എല്ലായിടത്തേക്കും തെറിച്ചു. യുദ്ധക്കളത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള വില്ലാളികൾ
അമ്പുകൾ തൊടുത്തു. സ്റ്റാർക്ക് സൈനികരുടെയും ബോൾട്ടൺ സൈനികരുടെയും മേൽ അമ്പുകൾ മഴ പോലെ പെയ്തിറങ്ങി. ആ ബഹളത്തിനിടയിൽ ജോൺ സ്നോന്റെ അടുത്തുകൂടി പാഞ്ഞുപോയ കുതിരകളിൽ നിന്ന് അവൻ ഒഴിഞ്ഞുമാറി. ഒരു ബോൾട്ടൺ കുതിരപ്പടയാളി അവനെ ആക്രമിക്കാൻ വന്നുവെങ്കിലും ജോൺ സ്നോ അവനെ വെട്ടിവീഴ്ത്തി. ജോൺ സ്നോന് ചുറ്റും വീണ്ടും അമ്പുകൾ പെയ്തിറങ്ങി. അവൻ താഴേക്ക് കുനിഞ്ഞു. അമ്പുകളൊന്നും അവനിൽ കൊണ്ടില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് മറ്റൊരു മനുഷ്യനെ വെട്ടിവീഴ്ത്തി. ജോൺ സ്നോ അവനെ ഷർട്ടിൽ പിടിച്ചു നിർത്തി. സന്ദേശമെത്തിക്കൂ. ജോൺ സ്നോ പറഞ്ഞു തീരും മുൻപേ ആ സ്റ്റാർക്ക് സൈനികന്റെ തലയിൽ ഒരമ്പ് തറച്ചുകയറി. ആ മനുഷ്യൻ മരിച്ചു വീഴുന്നത് നോക്കി നിന്ന ജോൺ സ്നോന്റെ ഉള്ളിലെ കാട്ടുതീ ആളിക്കത്തി. കോപത്താൽ വിറച്ച അവൻ 2 ബോൾട്ടൺ സൈനികരെ കൂടി കൊന്നു. യുദ്ധക്കളത്തിൽ ശവശരീരങ്ങൾ കുന്നുകൂടാൻ തുടങ്ങി. രാംസയുടെ വില്ലാളികൾ വീണ്ടും വീണ്ടും അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. ജോൺ സ്നോ ഭ്രാന്തമായി പോരാടി നിരവധി ബോൾട്ടൺ സൈനികരെ അവൻ കൊന്നൊടുക്കി. ശവശരീരങ്ങൾ കൂനകൂടി ചെറിയ മലകൾ പോലെയായി മാറി. മനുഷ്യർ അവയ്ക്കു മുകളിലും ചുറ്റും പോരാട്ടം തുടർന്നു. യുദ്ധക്കളത്തിന്റെ മറുവശത്ത് റാംസെ പുഞ്ചിരിയോടെ സ്മാൾ ജോണിനെ നോക്കി. സമയമായി പോകൂ, റാംസെ പറഞ്ഞു. സ്മാൾ ജോൺ തന്റെ വാൾ ചുഴറ്റിക്കൊണ്ട് തന്റെ ആളുകൾക്ക് മുന്നിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. സ്മാൾ ജോണും അവന്റെ ആളുകളും ആർത്തുവിളിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞു. ജോൺ സ്നോ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കെ ഒരു ബോൾട്ടൺ സൈനികൻ അവനെ നിലത്തേക്ക് തള്ളിയിട്ടു. അവിടേക്കെത്തിയ ടോർമണ്ട് ആ സൈനികനെ പുറകിലൂടെ കുത്തിവീഴ്ത്തി ജോൺ സ്നോനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. സ്മാൾ ജോണും അവന്റെ സൈന്യവും മറുവശത്തുനിന്ന് പാഞ്ഞെടുക്കുകയായിരുന്നു. വൺ അവരെ ചൂണ്ടിക്കാണിച്ച് ഗർജിച്ചു. വലിയ പരിചകളും കുന്തങ്ങളുമേന്തിയ ബോൾട്ടൺ സൈനികരുടെ ഒരു നിര അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ ജോൺ സ്നോ, ടോർമണ്ട്, ഡേവോസ്, വൺ മുഴുവൻ സ്റ്റാർക്ക് സൈന്യത്തിനും ചുറ്റും ഒരു അർദ്ധവൃത്തം സൃഷ്ടിച്ചു. ആ വൃത്തത്തിന്റെ ബാക്കി ഭാഗം യുദ്ധക്കളത്തിലെ ശവശരീരങ്ങളുടെ കൂമ്പാരങ്ങളാൽ തടയപ്പെട്ടിരുന്നു. ആ വലിയ ശവക്കൂമ്പാരങ്ങൾക്കിടയിൽ സ്റ്റാർക്ക് സൈന്യം കുടുങ്ങി. പരിചയേന്തിയ സൈനികർ ഒന്നിച്ചു ശബ്ദമുണ്ടാക്കി പരിചകൾ ഉയർത്തി സ്റ്റാർക്ക് സൈന്യത്തിനു നേരെ മുന്നോട്ട് നീങ്ങി. അവരുടെ ഓരോ നീക്കത്തിലും കുന്തങ്ങൾ കൊണ്ട് അവർ കൂടുതൽ സ്റ്റാർക്ക് സൈനികരെ കുത്തിക്കൊന്നു. വൺ പരിചകളുടെ മതിലിന് നേരെ പാഞ്ഞെടുത്ത് കുന്തങ്ങളെ അടിച്ചുമാറ്റി. ടോർമണ്ട് ചില കുന്തങ്ങളെ വെട്ടിമാറ്റി പരിചകൾക്ക് പിന്നിലുള്ള ഒരാളെ ആക്രമിച്ചു. മറ്റ് പല സ്റ്റാർക്ക് സൈനികരും പരിചകളുടെ മതിലിന് നേരെ പാഞ്ഞെടുത്തു. ജോൺ സ്നോവും മറ്റ് സ്റ്റാർക്ക് സൈനികരും സ്മോൾ ജോണിന്റെ ആളുകൾക്കെതിരെ പ്രതിരോധിച്ചു. ഇരുവശത്തും നിരവധി സൈനികർ മരിച്ചു വീണു. ശരീരങ്ങൾ വീണ്ടും കൂമ്പാരമായി മാറാൻ തുടങ്ങി. ശ്വാസം മുട്ടുന്ന ആ അന്തരീക്ഷത്തിൽ ഭയം പടർന്നു. ജോൺ സ്നോവും സ്മാൾ ജോണും പരസ്പരം കണ്ടു. എന്നാൽ അവർക്ക് ഏറ്റുമുട്ടാൻ കഴിയുന്നതിനു മുമ്പ് വൈൽഡ്ലിംഗ് സൈന്യം അവർക്കിടയിലേക്ക് ഇരച്ചുകയറി. ആ തിരക്കിൽ ജോൺ സ്നോ നിരവധി ശരീരങ്ങൾക്കടിയിലേക്ക് തള്ളപ്പെട്ടു. അവൻ പൂർണ്ണമായും ഞെരിഞ്ഞമരുകയായിരുന്നു. അവൻ പുറത്തു കടക്കാൻ പാടുപെട്ടു. പക്ഷേ അവന് പിടിവള്ളി ലഭിച്ചില്ല. ജോൺ സ്നോന്റെ മുകളിലേക്ക് കൂടുതൽ ശരീരങ്ങൾ കൂമ്പാരമായി മാറിക്കൊണ്ടിരുന്നു. മുകളിൽ വാളുകളുടെയും കൈകാലുകളുടെയും ചലനങ്ങൾ അവന് കാണാമായിരുന്നു. എന്നാൽ മറ്റൊന്നും വ്യക്തമായിരുന്നില്ല. അവൻ ശ്വാസത്തിനായി പൊരുതി. അവൻ ശ്വാസം മുട്ടി മരിക്കുകയാണെന്ന് അവന് തോന്നി. അവശേഷിച്ച തന്റെ അവസാനത്തെ ഊർജ്ജം ഉപയോഗിച്ച് ജോൺ സ്നോ മുകളിൽ നിൽക്കുന്ന ഒരാളുടെ വസ്ത്രത്തിൽ പിടിച്ച് സ്വയം മുകളിലേക്ക് വലിച്ചുയർത്തി. തിങ്ങിനിറഞ്ഞ തന്റെ സൈനികർക്കിടയിലേക്ക് അവൻ തലയുയർത്തി. ഡേവോസും ജോൺ സ്നോവും പരസ്പരം നോക്കി. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു കാഹളം മുഴങ്ങാൻ തുടങ്ങി. റാംസെ കാഹളം മുഴങ്ങിയ ദിശയിലേക്ക് നോക്കി. ഹൗസ് ആരിനിന്റെ വെള്ള പ്രാപ്പിഡിയൻ ചിഹ്നം പതിച്ച കൊടികളുമായി ഒരു വലിയ കുതിരപ്പട യുദ്ധക്കളത്തിന് കുറുകെ പ്രത്യക്ഷപ്പെട്ടു. ആ പടയണിക്ക് മുൻപിൽ സൻസായും പെറ്റർ ബേലിഷും കുതിരപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആരിൻ കുതിരപ്പട ബോൾട്ടൺ സൈന്യത്തിന്റെ പരിചയേന്തിയവരെ പിന്നിൽ നിന്നും ആക്രമിച്ച് അവരെ എല്ലാവരെയും ഇടിച്ചു വീഴ്ത്തി. ആ യുദ്ധക്കളം വീണ്ടും മാറിമറിഞ്ഞു. ജോൺ സ്നോ ശവശരീരങ്ങളുടെ കൂമ്പാരത്തിന് മുകളിലേക്ക് കയറി. ദൂരെ കുതിരപ്പുറത്തിരിക്കുന്ന റാംസെയെ കണ്ടു. വുൺവുണ്ണും ടോർമണ്ടും ജോൺ സ്നോവിന്റെ അരികിലേക്ക് കയറി വന്നു. റാംസെ ഭയന്ന് തന്റെ കുതിരയെ തിരിച്ച് വിന്റർഫെല്ലിലേക്ക് തിരികെ ഓടിച്ചു. ജോൺ സ്നോവും ടോർമണ്ടും വുൺവുണ്ണും അവനെ പിന്തുടർന്നു വേഗത്തിൽ ഓടി. സൻസ അവർ പോകുന്നത് നോക്കി നിന്നു. വിന്റർഫെല്ലിന്റെ വലിയ കവാടത്തിലൂടെ റാംസെയും ഏതാനും ബോൾട്ടൺ സൈനികരും കോട്ടമുറ്റത്തേക്ക് പ്രവേശിച്ചു. ചിലർ കവാടം അടച്ചുപൂട്ടി വാതിലടച്ചു. ശേഷം അവർ കുതിരപ്പുറത്തുനിന്നിറങ്ങി.
അവരുടെ സൈന്യമില്ലാതായി, രാംസേ കിതച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ സൈന്യവുമില്ലാതായി, ഒരു സൈനികൻ പറഞ്ഞു. നമുക്ക് വിന്റർഫെല്ലുണ്ട്. ഉപരോധം നടത്താനുള്ള ആളുകൾ അവർക്കില്ല. നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി, രാംസേ പറഞ്ഞു. പെട്ടെന്ന് വലിയ കവാടത്തിൽ എന്തോ ഭയങ്കരമായി ഇടിക്കുന്ന ശബ്ദം കേട്ടു. രാംസേ അവിടേക്ക് നോക്കി. നിരവധി ബോൾട്ടൺ വില്ലാളികൾ അമ്പുകൾ തൊടുത്തു. കവാടത്തിന്റെ മറുവശത്ത് വീണ്ടും വീണ്ടും വലിയ പ്രഹരങ്ങളുണ്ടായി. ഭീമാകാരനായ 1-1 കവാടത്തിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കി. ബോൾട്ടൺ വില്ലാളികൾ അവന്റെ കൈയിലേക്കും കോട്ടമതിലിനു മുകളിലൂടെ അവന്റെ ശരീരത്തിലേക്കും അമ്പുകളെയ്തു. 1-1 വേദനയോടെ ഗർജിച്ച് കവാടത്തിൽ മറ്റൊരു ദ്വാരം കൂടി ഉണ്ടാക്കി. രാംസേ ഭയന്ന് കവാടത്തിൽ നിന്ന് പുറകോട്ടു മാറി. 1-1 തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് കവാടം തകർത്തു തുറന്നു. അവൻ കോട്ടമുറ്റത്തേക്ക് പാഞ്ഞുകയറി അമ്പുകളേറ്റ് തളർന്ന് മുട്ടുകുത്തി വീണു. ബോൾട്ടൺ വില്ലാളികൾ അവനിലേക്ക് വീണ്ടും അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. അവൻ വേദനയോടെ അലറി. അപ്പോഴേക്കും സ്റ്റാർക്ക് സൈനികർ കോട്ടമുറ്റത്തേക്ക് ഇരച്ചുകയറുകയും ബോൾട്ടൺ സൈനികരെ കൊന്നൊടുക്കുകയും ചെയ്തു. അവർ വളരെ വേഗം കോട്ട പിടിച്ചെടുത്തു. ജോൺ സ്നോ കോട്ടമുറ്റത്തേക്ക് പ്രവേശിച്ച് 1-1ന്റെ അരികിലേക്ക് ഓടിയെത്തി. അവർ പരസ്പരം നോക്കി. ടോർമണ്ട് 1-1ന്റെ മറുവശത്തേക്ക് ഓടിയെത്തി. ജോൺ സ്നോ വാത്സല്യത്തോടെ 1-1ന്റെ നേരെ കൈനീട്ടി. എന്നാൽ അപ്പോഴേക്കും രാംസേ ഒരമ്പ് കണ്ണിൽ കൊള്ളിച്ചു. ആ ഭീമൻ അവിടെ മരിച്ചു വീണു. രാംസേ ജോൺ സ്നോനോട് ചോദിച്ചു, നേർക്കുനേർ യുദ്ധം ചെയ്യാമെന്ന് നിങ്ങൾ നിർദ്ദേശിച്ചില്ലേ? സ്റ്റാർക്ക് വില്ലാളികൾ തങ്ങളുടെ വില്ലുകൾ രാംസേക്ക് നേരെ ചൂണ്ടി. ഞാൻ വീണ്ടും ചിന്തിച്ചു. അതൊരു മികച്ച ആശയമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു, രാംസേ പറഞ്ഞു. രാംസേ വില്ലിൽ ഒരമ്പ് തൊടുത്തു. ജോൺ സ്നോ പരിച ഉയർത്തി ആ അമ്പ് തടുത്തു. ജോൺ സ്നോ അവനു നേരെ മുന്നോട്ട് നടന്നു. രാംസേ മറ്റൊരു അമ്പ് കൂടി എയ്തു. അതും പരിചകൊണ്ട് തടുത്തു. രാംസേ മൂന്നാമതൊരമ്പ് എയ്തു. ജോൺ സ്നോ പരിച ഉയർത്തി അതും തടുത്തു. രാംസേ നാലാമത്തെ അമ്പ് തൊടുക്കുന്നതിനു മുമ്പ് ജോൺ സ്നോ അവനെ മറികടന്ന് അവനടുത്തേക്കെത്തി. തന്റെ പരിച കൊണ്ട് രാംസേയെ 2 തവണ അതിശക്തമായി അടിച്ചു. അവൻ താഴെ വീണു. രാംസേയുടെ മുകളിലേക്ക് കയറി ഇടിച്ചു. രാംസേയുടെ മുഖം വികൃതമായി രക്തം വാർന്നു. സാൻസ കോട്ടമുറ്റത്തേക്ക് പ്രവേശിച്ചു. ജോൺ സ്നോ അവളെ കണ്ട് രാംസേയെ ഇടിക്കുന്നത് നിർത്തി. അവൻ എഴുന്നേറ്റ് അവിടെ നിന്ന് നടന്നു. വിന്റർഫെല്ലിന്റെ മതിലുകളിൽ നിന്ന് ബോൾട്ടണിന്റെ കൊടികൾ താഴെ വീണു. പകരം സ്റ്റാർക്കിന്റെ കൊടികൾ അഭിമാനത്തോടെ ഉയർന്നു പാറി. മെലിസാൻഡ്രെ ഒരു ബാൽക്കണിയിൽ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുകയായിരുന്നു. കയ്യിൽ കത്തിക്കരിഞ്ഞ മാനിന്റെ പ്രതിമയുമായി ഡേവോസ് അവളെ മുകളിലേക്ക് നോക്കി. ചില സ്റ്റാർക്ക് സൈനികർ റിക്കോണിന്റെ ശരീരം ഒരു സ്ട്രെച്ചറിൽ കോട്ടമുറ്റത്തേക്ക് കൊണ്ടുവന്ന് ജോൺ സ്നോ, ടോർമണ്ട്, സാൻസ എന്നിവരുടെ മുന്നിൽ നിർത്തി. എന്റെ അച്ഛന്റെ അടുത്തായി ഞാൻ എന്റെ സഹോദരനെ നിലവറയിൽ അടക്കം ചെയ്യാൻ പോവുകയാണ്, ജോൺ സ്നോ കണ്ണീരോടെ പറഞ്ഞു. ജോൺ സ്നോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. സാൻസ അവനെ വിളിച്ചു. ജോൺ സ്നോ തിരിഞ്ഞ് സാൻസായെ നോക്കി. അവൻ എവിടെയാണ്? സാൻസ ചോദിച്ചു. വിന്റർഫെല്ലിന്റെ നായ്ക്കൂടിന്റെ ഇരുമ്പഴിക്കുള്ളിൽ ഒരു കസേരയിൽ രാംസേയെ കെട്ടിയിട്ടിരുന്നു. അവന്റെ മുഖം വികൃതമായിരുന്നു. അതിൽ നിന്നും രക്തമൊഴുകിക്കൊണ്ടിരുന്നു. തുടർന്ന് തലയുയർത്തി നോക്കിയപ്പോൾ പുറത്തു നിൽക്കുന്ന സാൻസായെ അവൻ കണ്ടു. ഹലോ സാൻസ, ഞാനിനി ഇവിടെയാണോ താമസിക്കാൻ പോകുന്നത്? നമ്മൾ ഒരുമിച്ചുള്ള സമയം അവസാനിക്കാൻ പോകുകയാണ്. കുഴപ്പമില്ല, നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. ഞാനിപ്പോൾ നിന്റെ ഭാഗമാണ്, രാംസേ പറഞ്ഞു. നിന്റെ വാക്കുകൾ അപ്രത്യക്ഷമാകും. നിന്റെ വീട് അപ്രത്യക്ഷമാകും. നിന്റെ പേര് അപ്രത്യക്ഷമാകും. നിന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അപ്രത്യക്ഷമാകും, സാൻസ വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. നായ്ക്കൾ അവരുടെ കൂടുകളിൽ നിന്ന് മുരണ്ടുകൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്റെ വേട്ടപ്പട്ടികൾ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല, രാംസേ പറഞ്ഞു. 7 ദിവസമായി നിങ്ങൾ അവയ്ക്ക് ഭക്ഷണം നൽകിയിട്ടില്ല. നിങ്ങൾ തന്നെയാണ് അത് പറഞ്ഞത്, സാൻസ ഓർമ്മിപ്പിച്ചു. അവ വിശ്വസ്തരായ മൃഗങ്ങളാണ്, രാംസേ പറഞ്ഞു. ആയിരുന്നു. ഇപ്പോൾ അവയ്ക്ക് കടുത്ത വിശപ്പുണ്ട്, സാൻസ പറഞ്ഞു. അതിലൊന്നു മുൻപിൽ കൂടെ രാംസേയെ സമീപിച്ചു. അത് രാംസേയുടെ മുഖത്ത് മണത്തു. ആ നായ ഒറ്റയടിക്ക് രാംസേയുടെ മുഖത്ത് കടിച്ചു. രാംസേ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. നായ്ക്കളെല്ലാം ഒന്നിച്ചു രാംസേയുടെ മേൽ ചാടി വീണു അവനെ കടിച്ചുകീറാൻ തുടങ്ങി. ശേഷം സാൻസ തിരിഞ്ഞു നടന്നു. അവളുടെ ചുണ്ടുകളിൽ പ്രതികാരത്തിന്റെ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.